ഇറാനിലെ പ്രതിഷേധങ്ങളിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 35 പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടന. ഒരാഴ്ചയിലേറെയായി തുടരുന്ന പ്രതിഷേധങ്ങളിൽ 1200-ലധികം പേരെ കസ്റ്റഡിയിലെടുത്തതായി US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി കണക്കു പുറത്തുവിട്ടു. ഇറാനിൽ പ്രതിഷേധങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 35 ഉയർന്നതായി ആക്ടിവിസ്റ്റുകൾ പറയുന്നു. ഒരാഴ്ചയിലേറെയായി തുടരുന്ന പ്രതിഷേധങ്ങളിൽ 1200-ലധികം പേരെ കസ്റ്റഡിയിലെടുത്തതായി US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി കണക്ക് പുറത്തുവിട്ടു. 29 പ്രതിഷേധക്കാരും 4 കുട്ടികളും ഇറാന്റെ സുരക്ഷാ സേനയിലെ 2 അംഗങ്ങളും കൊല്ലപ്പെട്ടതായി പറയുന്നു. ഇറാനിലെ 31 പ്രവിശ്യകളിൽ 27 എണ്ണത്തിലായി 250-ലധികം സ്ഥലങ്ങളിൽ പ്രകടനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. ഇറാനിലെ സൈനിക വിപ്ലവ ഗാർഡുമായി അടുത്ത ബന്ധമുള്ളതായി കരുതപ്പെടുന്ന അർദ്ധ ഔദ്യോഗിക ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഏകദേശം 250 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഗാർഡിന്റെ പൂർണ്ണ സന്നദ്ധ സേവകരായ ബാസിജ് സേനയിലെ 45 അംഗങ്ങൾക്കും പ്രകടനങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന മരണസംഖ്യ അമേരിക്കൻ ഇടപെടലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ടെഹ്റാൻ സമാധാനപരമായ പ്രതിഷേധക്കാരെ അക്രമാസക്തമായി കൊലപ്പെടുത്തിയാൽ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തുമെന്ന് വെള്ളിയാഴ്ച ഇറാന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപ് എങ്ങനെ ഇടപെടുമെന്ന് വ്യക്തമല്ലെങ്കിലും ടെഹ്റാന്റെ ദീർഘകാല സഖ്യകക്ഷിയായിരുന്ന വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ ശനിയാഴ്ച US സൈന്യം പിടികൂടിയതോടെ ഈ പരാമർശങ്ങൾക്ക് പ്രാധാന്യമേറി. 2022-ൽ 22-കാരിയായ മഹ്സ അമീനി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇറാനിലെ ഏറ്റവും വലിയ പ്രതിഷേധമായി പുതിയ സംഘർഷങ്ങൾ മാറിയിരിക്കുന്നു. എന്നിരുന്നാലും അമീനിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിഷേധങ്ങൾ പോലെ വ്യാപകവും തീവ്രവുമായ പ്രതിഷേധങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാവുകയും ജൂണിൽ ഇസ്രായേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഡിസംബറിൽ ഇറാന്റെ റിയാലിന്റെ മൂല്യം തകരുകയും $1.4 മില്യൺ നിന്നും $1 വിനിമയ നിരക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.